സന്നിധിയിൽ അല്പസമയം വന്ന് ഇരിപ്പാനായിട്ട് ദൈവം നൽകിയ ഈ വിലയേറിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു വചനഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം എന്നോട് ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് തന്ന ഒരു വാക്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ ഒരു വാക്യമാണ് നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ആ 8-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ വാക്യങ്ങളാണ്. യേശു അവനോട് നിന്റെ പേര് എന്ത് എന്ന് ചോദിച്ചു. അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നത് കൊണ്ട് ലഗ്യോൻ എന്ന് അവൻ പറഞ്ഞു. 31-ാം വാക്യം, പാതാളത്തിലേക്ക് പോകുവാൻ കൽപ്പിക്കരുത് എന്ന് അവ അവനോട് അപേക്ഷിച്ചു. നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നേരിട്ട ഒരു ഭൂതഗ്രസ്തനായ മനുഷ്യന്റെ ആ മേലുണ്ടായിരുന്ന ഭൂതങ്ങളോടുള്ള നമ്മുടെ കർത്താവിന്റെ ഇടപെടലാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഈ 8-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ആദ്യത്തെ ഭാഗം തന്നെ നമ്മൾ വായിക്കുന്നത് എന്താണ്? അനന്തരം അവൻ ദൈവരാജ്യം പ്രസംഗിച്ച് സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു. അവനോടുകൂടെ 12 അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകൾ. അതിലൊരു സ്ത്രീയുടെ പേരാണ് അടുത്തതവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? 7 ഭൂതങ്ങൾ വിട്ടുപോയ മഗ്ദലക്കാരി മറിയ. ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പൊ അവിടെ കുറെ പേരുടെ എല്ലാവരുടെയും കർത്താവ് പ്രാർത്ഥിച്ച് ശാസിച്ച ഭൂതഗ്രസ്തരായ അല്ലെങ്കിൽ പൈശാചിക ബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടന്ന അനേകരുണ്ട്. അവരുടെ ആരുടെയും പേര് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഒരു സ്ത്രീയുടെ പേര് പ്രത്യേകം പറയുക. എന്താണ് ആ സ്ത്രീയുടെ പേര്? മറിയ മഗ്ദലക്കാരി. അവരുടെ സ്ഥലം മഗ്ദല എന്ന് പറയുന്ന സ്ഥലമാണ്. മഗ്ദലീൻ എന്ന് ഇംഗ്ലീഷില് പറയാറുണ്ട്. അപ്പോൾ കർത്താവ് ദൈവരാജ്യമാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ കർത്താവിനാൽ പ്രഘോഷിക്കപ്പെടുന്നത് ദൈവരാജ്യം. എന്താണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ? ദൈവം നേരിട്ട് ഭരിക്കുന്ന രാജ്യം. അത്രയുള്ള അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ കർത്താവ് വ്യാപകമായിട്ട് എല്ലാ ഇടങ്ങളിലും പോയി. കർത്താവിന്റെ ആദ്യത്തെ പ്രസംഗ വിഷയം ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തില് ബദ്ധന്മാർക്ക് വിടുതല്, കുരുടന്മാർക്ക് കാഴ്ച എന്നിട്ട് പറഞ്ഞിട്ട് പറയുന്ന ആ ഒരു വാക്ക് ഞാൻ എന്നെടുത്ത് വായിക്കാം. 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, ബദ്ധന്മാർക്ക് വിടുതല്, കുരുടന്മാർക്ക് കാഴ്ച പ്രസംഗിക്കുവാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാല് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ മനുഷ്യാവതാരത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തുക. അത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ ഒരു വാക്യമാണ് എടുത്ത് 3-4 വാക്യങ്ങൾ കപ്പിൾ ചെയ്തിട്ട് ഇവിടെ ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 61-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, അപ്പോൾ തന്നെ യെശയ്യാ പ്രവചനം 42-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, 49-ാം അധ്യായം 8-9 വാക്യങ്ങൾ, 58-ന്റെ 6 തുടങ്ങിയ ഈ വാക്യങ്ങളെല്ലാം ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമ്മുടെ കർത്താവ് പ്രസംഗിക്കുകയാണ് ദൈവരാജ്യം. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുന്നത് ദരിദ്രരോടുള്ള സുവിശേഷമാണ്. യേശുവിന്റെ ദൈവരാജ്യം എന്ന കോൺസെപ്റ്റിലെ പ്രസംഗ വിഷയം. കർത്താവ് എവിടെ നോക്കിയാലും ആളുകൾ എന്താണ്? വിവിധ തരത്തിലുള്ള, ഇന്ന് രാവിലെ ഞാൻ വായിച്ചതും ധ്യാനിച്ചതും മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായവും 3-ാം അധ്യായമൊക്കെയാണ്. അപ്പം അവിടെയും കാണാൻ കഴിയുന്നത് നമ്മുടെ കർത്താവ് ചെല്ലുന്നിടത്തെല്ലാം ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടുകയാണ്. താൻ കബർനഹൂമിൽ തന്റെ സ്വന്തം ഭവനത്തിലായിരുന്നപ്പോൾ 4 പേർ ചേർന്നുകൊണ്ട് ഒരു പക്ഷപാത രോഗിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആളുകളെ പെരുപ്പം കൊണ്ട് അതെന്ത് ചെയ്യാൻ പറ്റുന്നില്ല, യേശുവിന് മുമ്പിൽ എത്തിക്കാൻ പറ്റാഞ്ഞത് കൊണ്ട് ആ വീടിന്റെ മേൽക്കൂര പൊളിച്ച് യേശു നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇറക്കി വെച്ചു.
എന്നിട്ട് ഈ യേശു പറഞ്ഞൊരു വാക്യമുണ്ട്. ആ നാലാളുടെ വിശ്വാസം കണ്ടിട്ട് യേശു അവനോട് പറയുന്ന ഒരു വാക്കുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. ഉടനെ അവിടെ ഇരുന്ന ശാസ്ത്രിമാരും പരീക്ഷന്മാരും എല്ലാം കൂടെ വേദശാസ്ത്രം, തിയോളജി അവർ പറയാൻ തുടങ്ങി. എന്താണ് പാപം മോചിക്കാൻ? ദൈവത്തിനല്ലേ അധികാരമുള്ളൂ, ഇവൻ ആരാ പാപം മോചിക്കാൻ? ഉടനെ കർത്താവ് എന്ത് ചെയ്തു? യേശു പറയുകയാണ്, ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് എന്നുവെച്ച് അവനോട് പറയുകയാണ്, നിന്റെ കിടക്ക എടുത്ത് നിന്റെ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു. ക്ഷണത്തിൽ, വിത്തിൻ സെക്കൻഡ് അവൻ എഴുന്നേറ്റു. എന്ത് ചെയ്തു? കിടക്ക ചുരുട്ടി അവൻ വീട്ടിലോട്ട് പോകുക. ഒത്തിരി വേദശാസ്ത്രപരമായ കാര്യങ്ങൾ അവിടെ, അർത്ഥങ്ങൾ അവിടെ കിടപ്പുണ്ട്. എന്നാൽ അതല്ല നമ്മുടെ ചിന്ത. നമ്മുടെ കർത്താവിന്റെ ദൈവരാജ്യ പ്രസംഗത്തിൽ ഏറ്റവും പ്രസക്തമായ കാര്യം നമ്മുടെ കർത്താവിന്റെ വായിൽ നിന്നുള്ള അധികാരത്തിന്റെ വാക്കുകളാണ്. അപ്പൊ വേറെ ഒന്നുമല്ല ഇവിടെ മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നത്. ആശയം പറയാനും അഭിപ്രായം പറയാനും നല്ല വാഗ്ധോരണിയിലൂടെ പ്രസംഗിക്കുന്ന രാഷ്ട്രീയരായ ആളുകളെ, സാംസ്കാരിക നായകന്മാര്, മതമേലധ്യക്ഷന്മാര്, ലോകത്തിലെ ഏറ്റവും ആളുകളുടെ മനസ്സ് ക്യാപ്ചർ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. എന്നാൽ യേശുവും അവരും തമ്മിലുള്ള വ്യത്യാസം എന്നാണെന്നറിയാമോ? വേറെ ഒന്നുമല്ല, യേശുവിന്റെ വചനത്തിലെ അധികാരമാണ്. എന്തിന്റെ മേൽ അധികാരം? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കർത്താവ് പറയുകയാണ്, പിശാചിന്റെ മേലുള്ള അവന്റെ അധികാരം, പൈശാചിക ശക്തികളുടെ മേലുള്ള അധികാരം. യേശുവിന്റെ കാലത്തെ പള്ളിയും പള്ളിയുടെ പ്രമാണിയും അതുപോലെ യെരൂശലേം ദേവാലയവും അവിടുത്തെ ജനതയും അവിടുത്തെ ആചാരങ്ങളും അവിടുത്തെ അനുഷ്ഠാനങ്ങളും ഒന്നുമല്ല എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. രാവിലെ ഞാനിത് എൻ്റെ ഉള്ളിലേക്ക് നിയോഗം തന്നപ്പോൾ ഞാൻ അത് പറയുവാനായിട്ട് ആഗ്രഹിച്ചത് വേറെ ഒന്നും കൊണ്ടുമല്ല. ഇന്നത്തെ ലോകത്തേക്ക് നമ്മുടെ കണ്ണോടിച്ചാൽ എവിടെല്ലാം നല്ല പ്രസംഗമുണ്ട്, അല്ലേ? പ്രസംഗം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, എവിടെയെല്ലാം ഭയങ്കര മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിന്റെ എല്ലാം പിന്നിലെ ഉദ്ദേശങ്ങൾ പലതാണ്. എന്താ ഉദ്ദേശം ചോദിച്ചു കഴിഞ്ഞാൽ, ചിലർക്ക് ഇച്ചിരി പണം വേണം, ചിലർക്ക് ഇച്ചിരി എന്താ പറയുന്നത് പ്രശസ്തി വേണം, ചിലർക്ക് സ്ഥാനമാനങ്ങൾ വേണം. ഇപ്പൊ നമ്മുടെ ബന്ധുക്കോസ് ലോകത്തിലെ ആളുകളും നേതാക്കളൊക്കെ പറഞ്ഞു തുടങ്ങി, നമുക്ക് ഒരു MLA യും ഒരു MP യും ഒരു മന്ത്രിയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാനെടുക്കാൻ ആളെ കിട്ടുമെന്നൊക്കെ പറയുന്ന ആളുകളും നമ്മുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതെല്ലാം വിളിച്ചറിയിക്കുന്ന ഒരു സത്യം എന്തെന്നറിയാമോ? രാഷ്ട്രീയം മോശമാണെന്നോ, സാംസ്കാരിക പ്രവർത്തനം മോശമാണെന്നോ, ജീവകാരുണ്യ പ്രവർത്തനം മോശമാണെന്നോ, തെറ്റാണെന്നോ ഒന്നും പറയാൻ ഞാൻ ആളല്ല. അത് ചെയ്യാൻ പ്രാപ്തിയുള്ളവരും കഴിവുള്ളവരും വിളിയുള്ളവരും ഒക്കെ ചെയ്യോട്ടെ. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞ കാര്യമാണ്. എന്താണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്ത സമയത്ത് ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് പറയുന്നത്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, നിങ്ങൾക്ക് എന്ത് ലഭിക്കും? ശക്തി ലഭിക്കും. ശക്തി ലഭിച്ചിട്ടൊന്ന്, നിങ്ങൾ എൻ്റെ സാക്ഷിയാകണം എന്നുവെച്ച് മർക്കോസ് 16:15 പറയുകയാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് എന്ത് ചെയ്യണം? സുവിശേഷം പ്രസംഗിക്കണം, രോഗികളെ സൗഖ്യമാക്കണം, മരിച്ചവരെ ഉയർപ്പിക്കണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് എന്ത് ചെയ്യണം? ജനത്തോട്, ലോകത്തോട് വിളിച്ചു പറയണം. രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, രാഷ്ട്രീയം നല്ലതാണ്, സാംസ്കാരിക കാര്യങ്ങൾ നല്ലതാണ്, മതപ്രസംഗങ്ങൾ നല്ലതാണ്. പക്ഷേ ദൈവത്തിൽ നിന്നുള്ള അധികാരമില്ലാത്ത ആളുകൾ പറയുമ്പോൾ അത് കേവലം ശബ്ദങ്ങളായി മാറുകയാണ്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ വായിച്ച വേദഭാഗം നിങ്ങൾ മറക്കരുത്. ഭൂതഗ്രസ്തനായ ഒരുവനോടുള്ള എൻ്റെ കർത്താവിന്റെ ഇടപെടലാണ് അവിടെ കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യജാതിയുടെ മേൽ എന്തു വരുന്നു? വളരെ നല്ല തരത്തിലുള്ള ഒരു ദൈവിക സന്ദർശനം വരികയാണ്. നമുക്കറിയാം, TV തുറന്നാല് നമുക്ക് ഓരോ ചാനലുകൾ മാറ്റി നോക്കി, എല്ലാ ചാനലിലും ഇന്ന് സുവിശേഷ പ്രസംഗങ്ങളുടെ അതിപ്രസരം തന്നെയാണ്. നമ്മൾ അറിയുന്നില്ല, ആയിരങ്ങൾ യേശുവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ മതപീഡയുണ്ട്, സഭാപീഡയുണ്ട്, അവിടെ അടിയുണ്ട്, ഇവിടെയുണ്ട്, വെട്ടുന്നുണ്ട്, കൊല്ലുന്നുണ്ട്, കത്തിക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ദൈവരാജ്യത്തിലെ ദൈവാത്മാവുള്ളവർ അവർ ദൈവരാജ്യം പ്രസംഗിക്കുക. അവർക്ക് മറ്റൊരു ഭയവും ഇല്ല. എന്താണ് ഇവിടെ കർത്താവ് പറയുന്നത്? അവർ ഗരസേന്യ ദേശത്ത് എത്തിയപ്പോൾ എന്ന് പറഞ്ഞാല് ഗലീലയ്ക്ക് നേരെയുള്ള ഗരസേന്യ ദേശത്ത് അവരുടെ ബോട്ട് അടുപ്പിച്ച് ഇറങ്ങിയപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് അവൻ എതിർപ്പെടുകയാണ്. എന്താണ് എതിർപ്പെട്ടിട്ട് അവൻ പറയുന്നത്? അവര് പറയുന്ന വാക്ക്, അവൻ ബഹുകാലമായിട്ട്
വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറകളിലാണ് അവൻ പാർത്തുകൊണ്ടിരുന്നത്. അല്ലെ? 27 വാക്യത്തിലാണ്, 8:27 ഞാൻ ഇപ്പോൾ വായിച്ചത്. അപ്പൊ അവന്റെ പാർപ്പ് എവിടെയായിരുന്നു? അവന്റെ പാർപ്പ് കുറെ കാലമായിട്ട് അവൻ എന്തില്ല? വസ്ത്രം ധരിക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞപ്പോ ഓർക്കുകയാണ്, ഈ വസ്ത്രം ധരിക്കാൻ, യോഗ്യമായ വസ്ത്രം ധരിക്കാൻ, നഗ്നത മറയ്ക്കാതെ ശരീരഭാഗങ്ങളൊക്കെ പ്രദർശിപ്പിച്ച് നടക്കുമ്പോ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് ബോധത്തിന്റെ ആത്മാവല്ല, പിന്നെയോ ഭൂതത്തിന്റെ ആത്മാവാണ്. ഭൂതമാണ് പ്രകസനമായിട്ട് ശരീരത്തെ പ്രദർശിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ശക്തി. നമുക്കറിയാം, സാംസ്കാരികമായ നില കൂടി വരിക. ഒരു കാലത്ത് കേരളക്കരയെ നോക്കുമ്പോൾ കേരളക്കരയിലെ സ്ത്രീകളെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അവർക്ക് മാറുമറയ്ക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല, നല്ല വെള്ളവസ്ത്രം ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. എന്നേക്കാൾ ഉപരിയായിട്ട് അനിൽ കൊടിത്തോട്ടവും അതുപോലെ മറ്റേ കാവാലം ബാസുമൊക്കെ ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോവുകയല്ല. ഒരുവൻ യോഗ്യമായ നിലയിൽ വസ്ത്രം ധരിക്കാതിരുന്നാൽ മനസ്സിലായിക്കോണം ആ വ്യക്തിയുടെ മേൽ എന്തുണ്ട്? ഭൂതമാണ്. അപ്പൊ ഭൂതത്തിന്റെ പ്രേരണ. ഇന്ന് ലോകത്ത് നടക്കുന്ന പൈശാചികമായ വ്യാപാരം, പ്രത്യേകിച്ച് എങ്ങും പോകണ്ട, നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടുകളൊക്കെ നോക്കിയാൽ മതി, അവിടെ കാണാൻ കഴിയും. അപ്പൊ ഇവിടെ ബഹുകാലമായിട്ട് വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറകളിലാണ് ഇവൻ പാർത്തു വരുന്നത്. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു, അവൻ എന്താ ചെയ്യുന്നത്? അവർ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ച് അവനെ നമസ്കരിച്ചു. 2 കാര്യങ്ങളോ. 1, യേശുവിനെ കണ്ടു. 2, അവിടെ വായിക്കുന്ന എന്താണ്? നിലവിളിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? യേശുവിനെ നമസ്കരിക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഭൂതമുള്ളവനും ഭൂതം പിടിച്ച മനുഷ്യനും യേശുവിനെ കണ്ടു, യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ചു, മാത്രമല്ല നമസ്കരിച്ചു. നമ്മളെ യാക്കോബിന്റെ ലേഖനത്തിൽ വാക്യം വായിക്കുന്നില്ലേ? എന്താ വായിക്കുന്നത്? ദൈവമുണ്ട്, അല്ലേ? സത്യം. എന്ത് മാത്രമല്ല, അവരെന്ത് ചെയ്യുന്നു? വിറയ്ക്കുകയും ചെയ്യുന്ന, അല്ലേ? ദൈവത്തെ ഭയങ്കരമായിട്ട് ഭയമുള്ള ആളുകൾ ആരാ? അല്ലെങ്കിൽ ഭൂതങ്ങൾക്ക് ദൈവത്തെ ഭയങ്കര ഭയമാ. മനുഷ്യർക്ക് ഇന്ന് ഭയമില്ലേലും ഭൂതത്തിനും ദൈവത്തെ പേടിയാ. കാരണം അവർ ഈ ഭാഗത്ത് തന്നെ ആ കോൺവെർസേഷനില് അത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ കാണാൻ കഴിയുന്നത്, അവനെ നമസ്കരിച്ചു. യേശുവേ, അടുത്തത്, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. കണ്ടോ? എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ദൈവരാജ്യം പ്രസംഗിക്കാൻ വന്ന ദൈവപുത്രനായ യേശുവിനെ ആര് തിരിച്ചറിയാണ്? പിശാചറിയ. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 16 ഒരു പെൺകുട്ടി പൗലോസും ശീലാസും വഴിയെ നടക്കുന്നത് കണ്ടുകൊണ്ട് അവരുടെ പുറകെ നടന്ന് പറഞ്ഞ വാക്കുകളുണ്ട്. എന്താ പറയുന്നത്? അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, മാത്രമല്ല രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പിശാചിനറിയാം ആരാണ് യേശു. ഈ ലോകത്തിലെ മനുഷ്യർക്ക് അറിയത്തില്ലേലും പിശാചിനറിയാം യേശു ആരാണ്. മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, യേശു യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റപ്പോൾ ആകാശം പിളർന്നു. അവിടെ കേട്ടൊരു ശബ്ദം എന്താ? മഹോന്നതനായ ദൈവം പറയുകയാണ്, ഇവൻ എന്റെ പ്രിയ പുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രനാണ്. ഇന്ന് രാവിലെ ഞാൻ ഈ വചനം പറയുമ്പോൾ ഒരു ചെറിയ ആപ്ലിക്കേഷനായിട്ട് വെക്കുകയാണ്. യേശു വന്നത് ദൈവത്തിന്റെ പുത്രനാകിയാണ് വന്നത്. എന്നാൽ അതേപോലെ തന്നെ യോഹന്നാൻ 1:12 രേഖപ്പെടുത്തുകയാണ്, ആ പുത്രത്വത്തിലേക്ക് മാനവജാതിയെ കൊണ്ടുവരാനുള്ള ഒരു പ്രൊസീജിയർ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ യേശു മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ എന്ന പദവി അവിടെ വെളിപ്പെട്ടു വരുന്നെങ്കിൽ, അതേ പുത്രത്വ പദവി മാനവരാശിക്ക് നൽകാൻ യേശു മനുഷ്യനായി വന്നു. ആ യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമകനാകാം, ദൈവമകളാകാം. ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവമക്കളുടെ അവകാശമാണ്.
ദൈവമകനും ദൈവമകൾക്കും പാർക്കുന്ന സ്ഥലമാണ് ദൈവരാജ്യം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, രാജാവ് പാർക്കുന്ന കൊട്ടാരത്തിലാണെങ്കിൽ രാജകുമാരനും രാജകുമാരിയും പാർക്കുന്ന എവിടെയാ? ആ കൊട്ടാരത്തില. ദൈവം വസിക്കുന്ന സ്വർഗത്തിലാണെങ്കിൽ ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് നമ്മെ ദൈവമായിരുന്നവൻ മനുഷ്യനായി വന്നത്. ദൈവത്തിന്റെ പുത്രൻ നമ്മെ ആഗ്രഹിക്കുന്ന എന്താണ്? ലാസ്റ്റ് കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, യോഹന്നാൻ 14, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയ അനന്തരം പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നമ്മുടെ ചർച്ചിലെ പ്രിയ നെൽസനങ്കിള് ശ്രീലങ്കയിലേക്ക് കടന്നുപോയി. അദ്ദേഹം വിചാരിച്ചില്ല എന്താണ് അടുത്ത ദിവസം സംഭവിക്കാൻ പോകുന്നതെന്ന്. കേവലം 62-63 വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ, വലിയ പ്രായവും ഇല്ല. ഒത്തിരി സ്വത്തും ബോധവും എല്ലാം ഉള്ള ഒരു മനുഷ്യനാണ്. ഇഷ്ടംപോലെ കോടാനുകോടി സമ്പാദിച്ച ഒരു മനുഷ്യനാണ്. തന്റെ ജീവിതത്തില് നല്ലൊരു എഞ്ചിനീയറായിട്ട് ഇവിടെ അമേരിക്കൻ ഗവൺമെന്റിന് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യനാണ്. എന്നാൽ തന്റെ ശരീരത്തിന്റെ അസ്വാസ്ഥ്യങ്ങൾ കൊണ്ട് 10-15 വർഷത്തോളമായി താൻ രോഗിയാണ്. എന്നാൽ ദൈവം തനിക്ക് പല സന്ദർഭങ്ങളിൽ ആയുസ് ദൈവം നീട്ടിക്കൊടുത്തു. തനിക്കൊരു ഉറപ്പുണ്ട്, താൻ കർത്താവ് പറഞ്ഞ വഴിയിലൂടെ നടന്ന മനുഷ്യനാണ്. കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചു, വിശ്വാസ സ്നാനം സ്വീകരിച്ചു, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചു, കർത്താവിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ്. നിശ്ചയമായിട്ടും അദ്ദേഹം എപ്പോഴും എന്നെ കാണും പറയുന്ന കാര്യമുണ്ട്, സിയോനിലേക്ക് പോകണം എന്നുള്ള ഒറ്റ ആഗ്രഹമുള്ളൂ എനിക്ക്. ആ സിയോൻപുരെ ചെല്ലണം എന്നുള്ള ഒറ്റ ലക്ഷ്യം എനിക്കുള്ളൂ, വേറെ ഒന്നും വേണ്ട. അതിന് ചില ഗൗരവം പുള്ളി കൊടുക്കും. ഭാര്യയോടായാലും മക്കളോടായാലും ആ കാര്യത്തിന് കർശനതയുള്ളതുകൊണ്ട് ചിലപ്പോൾ ഒച്ചയിലൊക്കെ ആയിരിക്കും വർത്താനം പറയുന്നത്. അത് ചിലപ്പോൾ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. കാരണം എന്നാ? അദ്ദേഹം തീഷ്ണതയുള്ള മനുഷ്യന്. സ്വർഗത്തിൽ പോകണം, തന്റെ കുടുംബത്തിലെ ആളുകൾ അവിടെ പോകണം. രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. അതുകൊണ്ടാണ് സ്വർഗീയ പൗരന്മാരായി മാനവജാതിയെ മാറ്റാനുള്ള ഏക വഴി എന്ന് പറയുന്നത് യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമകനാകുക, ദൈവമകളാകുക. അങ്ങനെ ദൈവമക്കളായി കഴിഞ്ഞാൽ അവർക്ക് പോകാനുള്ള സ്ഥലമാണ് സ്വർഗം. അവർക്ക് പോകാനുള്ള വസിക്കാനുള്ള സ്ഥലമാണ് കർത്താവ് ഒരുക്കുന്ന സ്ഥലം. വേറെ ചൊടുക്കുബുദ്ധി ഒന്നുമില്ല. നമുക്കറിയാം, ഇപ്പോൾ ഇലോൺ മസ്ക് ചന്ദ്രനിലൊക്കെ വലിയ അപ്പാർട്ട്മെന്റുകൾ പണിയാനുള്ള ക്രമീകരണത്തിൽ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. എന്തെല്ലാം കാര്യങ്ങളാ ലോകം നടക്കുന്നത്. പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാലും ഞാൻ നിന്നെ എന്ത് ചെയ്യും? അവിടുന്ന് ഇറക്കും. ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവൻ അതേ ആകാശമണ്ഡലങ്ങളെ നക്ഷത്രമണ്ഡലങ്ങളെ ഒക്കെ കവിഞ്ഞ് അങ്ങ് ദൈവം വസിക്കുന്ന സ്വർഗാദി സ്വർഗമുണ്ട്, അവിടേക്ക് പോകാനാണ്. ഒരു വാഹനവും വേണ്ട, ഒരു പേടകവും വേണ്ട. നമ്മുടെ ശരീരം അങ്ങനെ യാത്ര ചെയ്യുന്ന ശരീരമാക്കി മാറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറ്റപ്പെടുന്നതാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം. മരിച്ചുപോയവർ ഉയർത്തെന്നേക്കും, ജീവനോടെ ഇരിക്കുന്നവർ എന്ത് ചെയ്യും? രൂപാന്തരം പ്രാപിക്കും. രൂപാന്തരം പ്രാപിക്കുന്ന ആ ശരീരത്തിന് വായുവിനേക്കാൾ പ്രകാശത്തെക്കാളൊക്കെ വേഗത്തിൽ സഞ്ചരിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുകയല്ല. അപ്പോൾ ദൈവരാജ്യത്തിലെ ഒരംഗമായി തീരണമെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട, യേശുവിലേക്ക്, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്നത് മാത്രമാണ്. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശു ആ ഗരസന്യദേശത്ത് ചെന്നപ്പോൾ ആ മനുഷ്യൻ കല്ലറ കിടക്കുകയാണ്. അവനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവന്റെ അപ്പനോ അമ്മയോ സഹോദരങ്ങളോ അവന്റെ ബന്ധുമിത്രാദികളോ ആരും അവനെ എന്ത് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അവർക്കാർക്ക് ഇവനെ സുഖപ്പെടുത്താൻ പറ്റത്തില്ല. രാവിലെ ഞാൻ വിളിച്ചു പറയുന്നു, ആഭിചാരങ്ങൾ, ക്ഷുദ്രങ്ങൾ, മന്ത്രവാദങ്ങൾ, അവൻ പിശാചിനെ സേവിക്കുന്ന സേവകൾ, ഇവയൊക്കെ കൊണ്ട് മാനവരാശിക്ക് ആത്മരക്ഷ ലഭ്യമല്ല. ആത്മരക്ഷ ലഭ്യമാകണമെങ്കിൽ ഏക വഴി യേശുവിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. നശിച്ചു പോകുന്ന ആത്മാക്കളെ തേടിയാണ് യേശു വന്നത്. യോഹന്നാനില് അത് പറയുന്നുണ്ട്. ലൂക്കോസില് 19:10 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സക്കായിയോടുള്ള ബന്ധത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രം വന്നത്. യേശു വന്നത് എന്നെ നിങ്ങളെ തേടി വന്നതാ. നമ്മള് പഴയൊരു പാട്ടല്ലേ, തേടി വന്നു ദോഷിയമെന്നെയും എന്നെയും നാഥ തേടി വന്നു
ദോഷിയമെന്നെയും എന്നെയും നാഥ ഇത്രമ സ്നേഹം ഉയർകടുത്തെനിക്കാൻ ഇത്രമ സ്നേഹം ഉയർകടുത്തെനിക്കാൻ മന്നവ വർണ്ണിപ്പാലെഴുതല്ല എനിക്ക് മന്നവ വർണ്ണിപ്പാലെഴുതല്ല എനിക്ക് തേടി വന്നു ദോഷിയമെന്നെയും എന്നെയും നാഥ. നോക്കിക്കേ, ഈ ഭൂതഗ്രസ്തനായ മനുഷ്യൻ തന്റെ അടുക്കലേക്ക് വരുന്ന യേശുവിനെ കണ്ടപ്പോൾ അവനിലെ ദുർഭൂതങ്ങൾ പടച്ചു ചാടി. അവര് പറയുന്ന വാക്കെന്താണ്? അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകാൻ കൽപ്പിച്ചിരുന്നു. അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു. അവനെ ചങ്ങലയും വിലങ്ങുമിട്ട് ബന്ധിച്ച് സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ തകർക്കുകയും ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുകയും ചെയ്യും. ഭൂതം ഉള്ള ഒരുവനെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഭൂതം എന്തെല്ലാമാണ്. വീട്ടിൽ താമസിക്കാൻ സമ്മതിക്കത്തില്ല. അവര് താമസിക്കുന്ന എവിടെയാ? ഈ മനുഷ്യൻ നിമിത്തമാണ് ശവക്കല്ലേറെ ഭൂതമുണ്ട്, പിശാചുണ്ട് എന്നുള്ള പേടി വന്നതെന്നാണ് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത്. കാരണം ഈ ഭൂതം പിടിച്ചോ പോയി താമസിച്ച എവിടെയാ? ശവക്കല്ലേറയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ആൾക്കാർക്ക് സെമിത്തേരിയുടെ സൈഡിൽ കിടപ്പാൻ പേടിയാ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സെമിത്തേരി സുഖമായി കിടന്നുറങ്ങുന്ന വേറൊരു കൂട്ടരുണ്ട്. ആരെന്നറിയാമോ? ഇവിടുത്തെ കള്ളന്മാര്, ഇവിടുത്തെ കൊള്ളക്കാര്. അവര് പോയി താമസിക്കുന്ന എവിടെയാ? ഒരുത്തൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞതാണ്, അവൻ ചില സെമിത്തേരിയുടെ ചില സ്ലാബുകൾ മാറ്റി അതിനകത്ത് കട്ട മുതൽ കൊണ്ട് വെക്കുന്നത്. ആരും എടുത്തോണ്ടും ആരും അവിടെ എല്ലത്തുമില്ല. അപ്പോ ഇങ്ങനെയൊക്കെ കല്ലറയില് ഭൂതമുള്ളവർക്ക് ഇങ്ങനെയൊക്കെ താമസിക്കാനുള്ള സ്ഥലമുണ്ട്. എനിക്ക് പ്രസംഗിക്കാൻ സമയം എടുക്കുന്നില്ല, ഞാൻ വിട്ടുപോകുകയാണ്. പറയട്ടെ, യേശുവിനെ കണ്ടപ്പോൾ ഭൂതത്തിന്, ഇന്ന് ഈ നാട്ടിലെ ആളുകൾക്ക് യേശുവിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഭൂതത്തിന് അറിയാം യേശു ആരാണ്. യേശു ആരാണ്? യേശു ഒരിക്കൽ ശിഷ്യന്മാരോട് ചോദിച്ചില്ലേ, എന്നെ കുറിച്ച് ആൾക്കാരുടെ കമന്റ് എന്താ, എന്നെ കുറിച്ച് എന്താ, ആരാന്നാ പറയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോ ഓരോരോ കമന്റുകൾ പറഞ്ഞപ്പോ കൂട്ടത്തില് കർത്താവ് ഏറ്റവും അടുത്ത് നിന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരാന്നാ മനസ്സിലാകുന്നേ? നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്നാ തോന്നുന്നേ? ഉടനെ യേശുവിനെ കുറിച്ച് പത്രോസ് പറഞ്ഞ ആ വാക്ക് സുപ്രസിദ്ധമായ ഒരു വാക്കാ. എന്താണ്? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. നോക്കിക്കേ, അപ്പൊ ഇവിടെ മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര എന്ന് യേശുവിനെ വിളിച്ചേച്ച് അവർ കരയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞങ്ങളെ എങ്ങോട്ട് വിടരുത്? പാതാളത്തിലേക്ക് വിടരുത്. നോക്കണമേ, പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന ഒരു അഗ്നിപ്പൊയ്കയുണ്ട്. അതിന്റെ പേര് നരകമെന്നാണ്. സ്വർഗമുണ്ടോ? ഉണ്ട്. നരകമുണ്ടോ? ഉണ്ട്. സ്വർഗത്തിൽ പോകുന്ന വഴിയല്ല യേശു, നരകത്തിൽ പോകുന്ന വഴിയല്ല. വേറെ ഒരു വഴി തടണ്ട, ഇപ്പൊ പോകുന്ന വഴിയെ പോയാൽ മതി. നേരെ ചെന്ന് കയറുന്നത് നരകത്തിലേക്കായിരിക്കും. സൗരങ്ങളെ, ധനവാന്റെയും ലാസറിന്റെയും ആ കഥ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധനവാൻ മരിച്ചു, അടക്കപ്പെട്ടു. ലാസർ മരിച്ചപ്പോൾ അവന്റെ ആത്മാവിനെ സ്വർഗത്തിലെ ദൂതന്മാർ വന്ന് പർദീസയിലേക്ക് കൊണ്ടുപോയി എന്ന് ഈ പുസ്തകം പറയുകയാണ്. അതെ, മരിച്ചുപോയ ഒരൊറ്റയാളെയും ശുദ്ധീകരിച്ച് കയറ്റിവിടുന്ന, സ്വർഗത്തിലേക്ക് കയറ്റിവിടുന്ന പർഗറേറ്ററി സംവിധാനം വേദപുസ്തകത്തിലെ ഉപദേശമല്ല. മരിച്ചാൽ രണ്ട് സ്ഥലം, ഒന്ന് സ്വർഗം അല്ലെങ്കിൽ നരകം. ഇതിനിടയ്ക്കൊരു സ്ഥലമില്ല. നമ്മളെ പറഞ്ഞു പറ്റിക്കുന്ന പലരുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ നേരെ പാതാളത്തില് ആ ഒരു യാതനാ സ്ഥലത്തിന് മേളിൽ വേറൊരു സ്ഥലമുണ്ട്, അവിടേക്കാ പോണത്. ജീവിച്ചിരിക്കുന്ന ആൾക്കാര് അവർക്ക് വേണ്ടി കുർബാന ചൊല്ലിയാൽ, പ്രാർത്ഥിച്ചാൽ, നേർച്ചയിട്ടാൽ, സത്കർമ്മങ്ങൾ ചെയ്താൽ അവരുടെ ആത്മാവ് പരലോകത്തേക്കും പർദീസിലേക്കും പോകുമെന്ന് പഠിപ്പിക്കുന്ന ഒരു പഠിപ്പിക്കൽ ക്രിസ്തീയ മണ്ഡലത്തിലുണ്ട്. അതിന് വേദപുസ്തക അടിസ്ഥാനം ഇല്ല. അത് ദുരുപദേശമാണ്, അത് തെറ്റായ പഠിപ്പിക്കലാണ്. അങ്ങനെ ഒരു വചനം ഈ പുസ്തകത്തില് പ്രാപ്യമല്ല. യേശുവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചത്, ഒരുവൻ ശരീരത്തിലിരിക്കുന്നത് ചെയ്തത് നല്ലതായാലും തീയതായാലും അവൻ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുൻപാകെ ഇവിടുന്ന് ചെന്ന് നിൽക്കേണ്ട ഒരു ദിവസം വരുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, ഇടയ്ക്കൊരു സ്ഥലമില്ല. മരിക്കുന്നതിന് മുമ്പ് ആത്മരക്ഷ
പ്രാപിക്കണം എന്നുള്ളതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാന ലക്ഷ്യം. ഞാൻ എൻ്റെ വാക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. യേശു അവനോട് എന്താ പറഞ്ഞത്? നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു. അനേകം ഭൂതങ്ങൾ അവനെ ബാധിച്ചിരുന്നത് കൊണ്ട് ലഗ്യോൻ എന്ന് അവൻ പറഞ്ഞു. ലഗ്യോൻ എന്ന വാക്കിന് അർത്ഥം 6000 എന്ന്, അല്ലാതെ ആ ഭൂതത്തിന്റെ പേരല്ല. 6000 എന്നതിന് പദമാണ് ലീജിയൻ എന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. അതിന് 6000 എന്നൊരർത്ഥമാണ്. 6000. അപ്പോൾ ഈ മനുഷ്യന്റെ മേല് സോപ്പ് കെട്ടാൽ ഉറുമ്പ് കയറിയിരിക്കുന്ന പറയുന്ന പോലെ, അല്ലെങ്കിൽ തേൻകെട്ടാൽ ഉറുമ്പ് കയറിയിരിക്കുന്ന പോലെ, മൊട്ടായില് ഉറുമ്പ് കയറിയിരിക്കുന്ന പോലെ ഈ മനുഷ്യനെ പൊതിഞ്ഞ 6000 ഭൂതം. താഴോട്ട് വായിക്കുന്നത്, അതുങ്ങൾ അവിടെ നോക്കിയപ്പോൾ അവർക്ക് കയറാൻ പറ്റിയ നല്ല കുറെ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എന്താണ്? ഈ മനുഷ്യനെ വിട്ട് അവർ തന്നെ സെലക്ട് ചെയ്തു. എങ്ങോട്ടാ? വേറെ എങ്ങും ഞങ്ങളെ പറഞ്ഞയക്കുകയാണെങ്കിൽ ആ പന്നിക്കൂട്ടത്തിലേക്ക് ഒന്ന് പറഞ്ഞയച്ചാട്ടെ. അവിടെ പറയുകയാണ്, പാതാളത്തിലേക്ക് ഞങ്ങളെ ഇപ്പൊ പറഞ്ഞയക്കരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ കൂടെ തെറ്റിക്കാനുണ്ട്. പിശാചിന്റെ പരിപാടി തീർന്നിട്ടില്ല. പിശാചും ചെയ്യുന്ന പരിപാടി തന്നെ ദോഷത്തിലേക്ക്, നാശത്തിലേക്ക് ആളുകളെ നയിക്കുന്നതിന്റെ പിന്നിലെ ശക്തി പിശാചാണ്. പിശാച് അറുപ്പാനും മുടിപ്പാനും കൊല്ലുവാനും വന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ വാർത്തകൾ, ലോകത്തെമ്പാടുമുള്ള ഭീകരതയുടെ പിന്നിലെ വ്യാപാര ശക്തി പിശാചാണ്. അതാരും സമ്മതിക്കുവോ? ഇല്ല. ഈ ജീവകാരുണ്യ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് കള്ളന്മാരായ ആളുകൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന സിനിമകൾ വരെ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ്? ഒന്നിന്റെ മറവിൽ മറ്റൊന്ന് ചെയ്യുക. സാരങ്ങളെ, മറവ് ദൈവത്തിനറിയാം. ദൈവത്തിന്റെ അഗ്നിജാലകത്തെ കണ്ണിന്റെ മുൻപില് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ദൈവദിനം എബ്രായർ 4:12 പറയുന്നുണ്ട്, ഹൃദയത്തിലെ ചിന്തനങ്ങളെ, ഭാവങ്ങളെ വിവേചിക്കുന്ന ദൈവത്തിന്റെ വചനം. അഗ്നിജാലക്കത്തെ അവന്റെ കണ്ണിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. നാം ഈ ഭൂമിയിൽ ചെയ്യുന്ന ഏത് സൽക്കർമ്മത്തിന്റെ പിന്നിലെ മോട്ടീവ് എന്താണെന്ന് ദൈവം നോക്കും. ദൈവം മോട്ടീവിന് വില കൽപ്പിക്കുന്നത്, അല്ലാതെ ചെയ്യുന്നതിനല്ല. എന്തുദ്ദേശത്തോടെ? അങ്ങനെങ്കിൽ ഈ മനുഷ്യൻ തന്റെ ജീവിതം വളരെ നാശകരമായി, വളരെ മോശമായി, ആ വീട്ടിലെ അമ്മയ്ക്കും അപ്പനും സഹോദരങ്ങൾക്കും ഇവനൊരു തലവേദനയായി, ഇവനൊരു നാട്ടുകാർക്ക് ഒരു എന്താ പറയുന്നത് വല്ലാത്തതായിട്ടിരുന്നപ്പോൾ അവനെ അറിയാൻ ആരുമില്ല. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് ആരാലും സൗഖ്യമാക്കാൻ കഴിയാത്ത വല്ലാത്ത പശ്ചാത്തലത്തിലാണെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ തേടി യേശു വരുന്നുണ്ട്. യേശുവേ മഹോന്നതനായ ദൈവപുത്ര എന്ന് നിന്റെ നാവുകൊണ്ടെന്ന് വിളിച്ചാൽ നിന്നിലേക്ക് വന്ന് യേശു നിങ്ങളെ സൗഖ്യമാക്കും. യേശു നിങ്ങളെ വിടുവിക്കും. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവോത്രം പ്രത്യക്ഷനായി എന്ന് യോഹന്നാൻ 3:8 രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ പിശാച് പല നിലകളിൽ ബന്ധിക്കാറുണ്ട്. ആ വിതയ്ക്കുന്നവന്റെ ഉപമയ്ക്കകത്ത് പറഞ്ഞ ഉപമയിൽ ഏറ്റവും പ്രധാനമായ കാര്യം, വചനം കേട്ടിട്ട് മുള്ളുകളുടെ ഇടയിൽ കിടക്കപ്പെട്ട വിത്തുപോലെ ഈ ലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ വഞ്ചന, മറ്റു വിഷയമോഹങ്ങൾ കയറിയിട്ട് വചനത്തെ ഞെരുക്കിക്കളയുന്നു. അങ്ങനെ തകർച്ചയിൽ കിടക്കുന്ന ആളുകളെ ഉയർത്താൻ കഴിയുന്ന ഒരേ ഒരുവൻ യേശു മാത്രമാണ്. അവിടുത്തെ വചനമാണ്. യേശു ഈ മനുഷ്യനെ എന്ത് ചെയ്തു? ഹല്ലേലൂയ, വിടുവിക്കുന്ന വിധം നോക്കിക്കേ. ഭൂതങ്ങൾ ആ മനുഷ്യനെ വിട്ട് പന്നികളിൽ കിടന്നപ്പോൾ കടും തൂക്കത്തോടെ തടാകത്തിലേക്ക് പാഞ്ഞ് വീർപ്പുമുട്ടി ചത്തുകളഞ്ഞതിങ്ങൾ. രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ നോക്കണമേ, വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. അവൻ യേശു പോരാൻ വേണ്ടി തിരിച്ച് ആ ദേശത്ത് നിന്ന് പോരാൻ വേണ്ടി ബോട്ടിലേക്ക് കയറാൻ വന്നപ്പോ ഈ മനുഷ്യൻ യേശുവിന്റെ പുറകെ വന്നേച്ച്, ഞാനും അങ്ങയുടെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നു. സുബോധം വന്നപ്പോൾ അവൻ ആദ്യം ലഭിച്ചത്, ഞാൻ പറഞ്ഞത്, സുബോധം വന്നപ്പോൾ അവൻ ആദ്യം ചെയ്തെന്താ? അവന് വസ്ത്രം ധരിച്ചു, അല്ലേ? അതുവരെ അവന് വസ്ത്രമില്ലായിരുന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദിയാസം പ്രസംഗിച്ചപ്പോൾ കേട്ടപ്പോൾ അത് അദ്ദേഹം പറയുകയാണ്, ഈ വസ്ത്രവിരോധിയായി ജീവിക്കുന്ന ആൾക്കാർ ഭൂതഗ്രസ്തരാണ്. ഈ അല്പവസ്ത്രവും ഒക്കെ ഇട്ട് നടക്കുന്നതിന്റെ പിന്നിലെ കാര്യം എന്നാ? പിശാചാണ്. അപ്പോൾ പിശാച് ഒരുവനെ വിട്ടുമാറിക്കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ തെളിവെന്ന യോഗ്യമായ വസ്ത്രം, ഡീസന്റായ വസ്ത്രധാരണം അവൻ ചെയ്തു. ഭൂതഗ്രസ്തന് സൗഖ്യം വന്നത് എങ്ങനെയെന്ന് കണ്ടവർ ആ പട്ടണത്തിൽ മുഴുവൻ അവരുടെ മുതലാളിമാരോട് എന്ന് പറഞ്ഞു, തന്റെ യേശു എന്ന് പേരായി ഒരുത്തം വന്നു, തന്റെ നമ്മുടെ ഇന്ന വീട്ടിലെ ഇന്ന പുള്ളിയെ കല്ലറ കിടന്നില്ലേ, ആ പുള്ളി സൗഖ്യം പ്രാപിച്ചു, തന്റെ യേശുവിന്റെ പുറകെ വന്നു. മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ക്ഷുദ്രങ്ങളും. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുകയാണ്, ഈ ചെറുക്കനെ ഈ കോലത്തിൽ എത്തിച്ചതിന്റെ പിന്നെ ചില മാനുഷികരങ്ങൾ കണ്ടേക്കാം.
അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവൻ എന്ത് ചെയ്തു? അവനോട് യേശു പറഞ്ഞ വാക്കാണ് ഞാൻ ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. 39-ാം വാക്യം. അതിനവൻ, നീ വീട്ടിൽ മടങ്ങിച്ചെന്ന് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും അറിയിക്കുക എന്ന് പറഞ്ഞ് അവനെ അയച്ചു. അവൻ പോയി യേശു തനിക്ക് ചെയ്തതൊക്കെയും പട്ടണത്തിൽ എല്ലാവരോടും അറിയിച്ചു. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവജനത്തോടും പറയട്ടെ, വേറെ ഒന്നും നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന യേശു എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്തോ അതിന് സാക്ഷിയാകണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് കർത്താവ് പറഞ്ഞ അന്ത്യകൽപ്പന എന്താ? എന്റെ സാക്ഷിയാകുക. ഈ ഭൂതഗ്രസ്തനായ മനുഷ്യൻ അവന്റെ അനുഭവ സാക്ഷ്യം പറയാൻ വേണ്ടി ലോകം മുഴുവൻ, വീടായി തെക്കപ്പലി നാട് മുഴുവൻ, ആ 10 പട്ടണങ്ങളെ മുഴുവൻ അവൻ ഇവാഞ്ചലൈസ് ചെയ്തു, സുവിശേഷം അറിയിച്ചു. എന്താണ്? എന്റെ ജീവിതത്തിൽ യേശു ചെയ്ത് ഇങ്ങനെ കടന്നവനാ ഞാൻ, ഇങ്ങനെ നശിച്ചവനാ ഞാൻ. ആയിരങ്ങൾ നമുക്കറിയാം, അരോമ ടിവിയിലും പല ടിവിയില് അനേകരുടെ അനുഭവ സാക്ഷ്യങ്ങൾ. വേറെ ആരുമല്ല, യേശു എന്നെ വിടുവിച്ചു. ഞാൻ ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ കടഭാരത്തിലായിരുന്നു, എന്റെ കുടുംബം തകർച്ചയിലായിരുന്നു, ഞാൻ ആത്മഹത്യക്കായി കാത്തിരുന്നു, ഞാൻ വണ്ടി ഇടിച്ച് ചെയ്യാൻ ആഗ്രഹിച്ചയാളാണ്, എന്റെ ജീവിത തകർച്ചയിലായിരുന്നു. എന്നാൽ എന്നെ തേടി യേശു വന്നു. ആ ദൈവദാസി, ആ സഹോദരൻ, അവർ എന്റെ വീട്ടിൽ വന്നു, എന്നോട് ഈ സുവിശേഷം പറഞ്ഞു. അപ്പോ ഞാൻ യേശുവിനെ സ്വീകരിച്ചു. അന്നു മുതൽ എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി. ഇന്ന് രാവിലെ ഞാൻ ഈ വചനം പറയുന്നത് എന്തിനാണെന്നറിയാമോ? ആരെങ്കിലും ഈ വചനം ഒന്ന് കേൾക്കുന്നെങ്കിൽ അവരുടെ ഉള്ളത്തിൽ യേശുവിനെ സ്വയം, മാണിപ്പാസല്ല, ഹല്ലേലൂയ, ഉലകത്തിൽ ആരുമല്ല വിടുവിക്കുന്നവൻ സിയോനിന്ന് വരുന്ന ഒരാളാണ്. അവന്റെ പേര് യേശു എന്ന. അവൻ വന്നാൽ അവൻ നിങ്ങളുടെ സകല ഭാരങ്ങളും, സകല പാപങ്ങളും, സകല ശാപങ്ങളും, സകല പൈശാചിക ബന്ധനങ്ങളും അവൻ അഴിച്ചു മാറ്റി ഈ കല്ലറെ താമസിച്ച മനുഷ്യനെ, ഈ ഭൂതഗ്രസ്തനെ സ്വതന്ത്രനാക്കിയ പോലെ സ്വതന്ത്രനാക്കാൻ കഴിയുന്ന ഒരേ ഒരുവൻ ഇന്ന് ജീവിക്കുന്നു. യേശു നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ പാടുന്ന പാട്ടില്ലേ, എന്നെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല എനിക്ക്, എല്ലാം എന്റെ യേശു അത്രേ. വേറെ ആരെ നീ വിളിക്കണ്ട. യേശുവേ മഹോന്നതനായ അവൻ ദൈവപുത്ര, എന്നെ വിടുവിക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ ഉദ്ധരിക്കണമേ. എന്റെ ഭവനത്തിന്റെ, എന്റെ ജീവിതത്തിന്റെ ഈ ഗതിക്കൊരു മാറ്റം തരുവാൻ അവിടുത്തേക്ക് കഴിയും. കർത്താവേ, ഞാനിതാ അങ്ങയെ വിളിക്കുന്നു, അങ്ങനെ രക്ഷിക്കണമേ എന്ന് ഇന്ന് രാവിലെ ആര് പറയാൻ തയ്യാറാകും? ഈ സമയം തന്നെ യേശു വീട്ടിലേക്ക് വരികയാണ്. അവൻ നിന്റെ ജീവിതത്തിലേക്ക് വരികയാണ്. യേശു നിന്നെ രക്ഷിപ്പാൻ കടന്നു വരികയാണ്, സൗഖ്യമാക്കാൻ കടന്നു വരികയാണ്. ആ കിടക്കകളെ മാറ്റിവിരിക്കാൻ, ആ അവസ്ഥകളെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ യേശുവാണ്. ജാതിയില്ല, മതമില്ല, സഭയില്ല, സമുദായമില്ല, സംഘടനയില്ല. യേശുവേ എന്ന് വിളിക്കുമ്പോൾ യേശു നിന്നെ സ്വതന്ത്രനാക്കും. ഇന്ന് രാവിലെ നമുക്ക് ആ കർത്താവിലേക്ക് അടുത്തിയെല്ലാം ഇന്ന് ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് കർത്താവിനോട് പറയാം, അല്ലെങ്കിൽ എത്ര പഴകിയതായാലും എത്ര ലഭ്യമാകാത്തതായാലും അവൻ ലഭിപ്പിക്കാൻ കഴിയുന്ന ഒരുവനുണ്ട്, തരാൻ കഴിയുന്ന ഒരുവനുണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകലും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. ഇന്ന് രാവിലെ കർത്താവേ, എന്റെ എല്ലാ പ്രശ്നങ്ങളും, ഈ മനുഷ്യന് വേണ്ടി അവൻ ഒരു വാക്ക് പറയാൻ ആരുമില്ലാത്തവരുടെ അടുക്കലേക്ക് ഇറങ്ങി ചെല്ലുന്നവനാ നമ്മുടെ കർത്താവ്. നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ, നിനക്ക് വേണ്ടി അവൻ എന്തെങ്കിലും പറഞ്ഞ് അവൻ സഹായിപ്പാൻ ഒരു മനുഷ്യനും വേണ്ട. യേശു നിന്നെ തേടി വരികയാണ്. യേശു നിന്റെ അടുക്കലേക്ക് വരികയാണ്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുതായിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കാത് മന്ദമായിട്ടില്ല. ഇന്ന് പകൽ യേശുവിന്റെ കാതും കരവും എനിക്ക് വേണ്ടിയുണ്ട്. അവൻ എന്നെ തേടി വന്നിരിക്കുന്നു. ഇന്ന് ഈ ലൈനിലൂടെ ഈ വചനം കേൾക്കുമ്പോൾ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നെന്നുള്ള നിനക്കുള്ളതാ, നാളെയല്ല ഇന്ന് എന്നുള്ള നിനക്കുള്ളതാ. ഈ സമയത്തെ നമുക്കതിനായി വിനിയോഗിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്കേൽപ്പിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും.